ഇതോണം ആലോചിക്കുന്നത്. ഇപ്പൊ സ്കൂള് പൂട്ടിയേക്കുമല്ലേ? കുട്ടിക്ക് ഇപ്പൊ വെക്കേഷൻ അല്ലേ? പിള്ളേരാരും കാണുന്നില്ല ഇവിടെ. പിള്ളേർ ഇപ്പൊ വെളി കിടക്കുവാന്നോ? പിള്ളേരെ പറഞ്ഞ വീട്ടിലൊക്കെ ആയിരിക്കും. പണ്ട് നമ്മൾ ഈ ലാസ്റ്റ് പരീക്ഷയും കഴിഞ്ഞ് നേരെ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തൊട്ട് ചെത്തും. അപ്പൊ ഒരാൾ ആരെങ്കിലും പോയി തൂമ്പ എടുത്തോണ്ട് വരും. തൂമ്പ വെച്ച് അങ്ങ് ചെത്തും. അങ്ങനെ പിച്ചു ഒരുക്കിയിട്ട് ഞങ്ങൾ രാവിലെ പാടത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിൽ ഇരുട്ട് വീഴുന്നവരെന്ന് കളിക്കും. ഞങ്ങൾ റെൻസ് ഒക്കെ കൂട്ടുന്നത് ഓലയുടെ ഇതില്ലേ, അതങ്ങ് കീറി എടുത്തിട്ട് ഇങ്ങനെ ഓടിക്കുമ്പോ ഒരു വര വീഴും. അപ്പൊ അതിന്റെ അകത്താണ് റെൻസ് കൂട്ടും. ഇപ്പോഴങ്ങനൊക്കെ നടക്കുവാണ്. അതിനല്ലേ ടർഫ്. പിന്നെ ആ കാലത്തെ പോലെ പിള്ളേർ ഈ ചെളിയിലും മുണ്ടിലും പോയി കിടക്കുന്നു തോന്നുന്നു. പാടത്ത് കളി കഴിഞ്ഞതിന് ശേഷം മുങ്ങി ഒരു കുളിയുണ്ട്. അതെന്താ ഇപ്പത്തെ പിള്ളേർ മുങ്ങി കുളിക്കൂലേ? അവർക്ക് കുളിക്കാനാണ് സ്വിമ്മിംഗ് പൂള്. പക്ഷെ നീ ഒരു മുങ്ങിയാ പിന്നെ പൊങ്ങി വരുന്ന ആരെങ്കിലും മൂത്രം പൊക്കിക്കൊണ്ടല്ലോ. അതിപ്പം പെടുക്കുന്ന നോക്കിയേക്കാൻ പറ്റുമോ? 90s ആർക്കെങ്കിലും നീ വയറ് കിട്ടും. എടാ അന്ന് അധ്വാനിക്കുന്നവരായിരുന്നോ? നീ പട്ടിണി നടന്നുണ്ടോ? നിങ്ങളുടെ 80 കിഡ്സിന്റെ 90 കിഡ്സിന്റെ മെയിൻ ചോദ്യമാണ്, നിങ്ങൾ പട്ടിണി നടന്നിട്ടുണ്ടോ? നിങ്ങൾ ആ സമയത്ത് 10 പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ? കശുവണ്ടിയും മാങ്ങയൊക്കെ പെറുക്കി വിറ്റ് കഴിഞ്ഞാൽ 10-30 പൈസ കിട്ടും. അതുകൊണ്ട് നമ്മള് വട്ടത്തോടെയും കപ്പലിന്റെ മുട്ടായൊക്കെ മേടിച്ചു കഴിയും. ആ 30 പൈസ കപ്പലിന്റെ കളിച്ച് നടന്നാൽ മതി. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല. അവർ പഠിക്കുന്നുണ്ട്, അവർ ഏൺ ചെയ്യുന്നുണ്ട്, സ്വിഗ്ഗി ഓടുന്നുണ്ട്, യൂട്യൂബ് ചാനലിൽ അവർക്ക് നിരവധി ഓപ്ഷൻസ് ഉണ്ട് പൈസ ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ അങ്ങനെയല്ല. അന്ത വല്ല ഉണ്ടായിക്കൊണ്ട് നോക്കിയിരിക്കും. അന്തൊക്കെ പണിയില്ലെങ്കിൽ പട്ടിണി. ഇനി പട്ടിണി മിണ്ടിപ്പോരും പറഞ്ഞേക്കാം. നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഉള്ള കഞ്ചാവും മയക്കുമരുന്നൊക്കെ വിറ്റുണ്ടാക്കുന്നില്ല. ഏതെങ്കിലും ആണുങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എല്ലാവരും കുറ്റം പറയുന്നത്. ഈ കഞ്ചാവ് മയക്കുമരുന്നൊക്കെ ഈ 2K കിഡ്സ് ഉണ്ടാക്കിയതല്ല, അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. എന്തൊക്കെ പേരാ ഇപ്പോഴത്തെ മയക്കുമരുന്ന്? കൊക്കൈന്, MDMA, കല്ല്, പുല്ല്, മഞ്ചാടി, മൺചട്ടി. അപ്പൊ ഈ ശംഭു, പാൻപരാഗ്, തുളസി, ഹാൻസ് ഇതൊക്കെ എന്തോ പിന്നെ അത് ലഹരിയല്ലേ? അതൊക്കെ ഒരു ലഹരിയാണോ? തലപ്പന്ത് കളി, കുട്ടിയും കളി, ഓടിപ്പിടുത്തം, സാറ്റ് കളി, പീസ് കളി. ഇതാ കുഴപ്പം. എല്ലാത്തിനും ഡബിൾ മീനിങ് ആണ്. എല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് കളിക്കുന്ന കളി. ഇപ്പൊ അതുവല്ലോ ഉണ്ടാ? എല്ലാരും മൊബൈലിൽ കുത്തിരുന്ന് കുണുകുണുകുണുകുണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്താ ഒത്തൊരുമയില്ലേ, കൂട്ടായ്മയില്ലേ, കളികളില്ലേ? ഇവിടെ ഉണ്ട് പബ്ജി ഉണ്ട്, മിനിവിൽസി ഉണ്ട്, ടെമ്പിൾ റൺ ഉണ്ട്, ക്ലാഷ് ഓഫ് ക്ലാൻസ് ഉണ്ട്, പോരാത്തിന് റീൽസും ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, സ്റ്റോറീസ് എന്നെല്ലാം ഉണ്ട്. നിങ്ങളുടെ കാലത്ത് നല്ലൊരു മുഹൂർത്തം ഒപ്പിയെടുക്കാനായിട്ട് ഒരു ഫോണുണ്ടോ? അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ ജനനം. 108, 28 അതെല്ലാം ഒപ്പിയെടുക്കുക. നമ്മുടെ ക്യാമറയുണ്ട്, ഫോണുണ്ട്. അതാണ് പുതിയ ജനറേഷൻ. നിനക്കൊക്കെ ഫോൺ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ അല്ലേ ഉള്ളൂ. എന്നൊരു കാര്യം ചെയ്യാം, 90 കിഡ്സിന്റെ സ്റ്റൈൽ പിടിക്കുക. ഇതിങ്ങനെ എന്താണ്? ഞായറാഴ്ച ഞങ്ങൾ TV കാണാൻ പോകും. അന്നാ ഞങ്ങൾക്ക് സിനിമ കാണാൻ പറ്റുന്നത്. പിന്നെ ശനിയാഴ്ച ഹിന്ദി സിനിമ ഉണ്ടാവും. വെള്ളിയാഴ്ച വൈകുന്നേരം 7:15 ചിത്രഗീതം. അന്നാണ് ഞങ്ങൾ പുതിയ പാട്ടൊക്കെ കേൾക്കുന്നത്. ആ ടിവിയുടെ ആരാണ് പറയണ്ട, ഒരു പ്രദേശത്ത് ഒരു TV ആണ്. ആ ടിവിയുടെ ഫ്രണ്ട് 100 ആൾക്കാരും കാണും. കാരണം ഇപ്പൊ ഒരു പുതിയ പാട്ട് കേൾക്കാൻ വെള്ളിയാഴ്ച കാത്തിരിക്കാൻ ആവശ്യമില്ല. ഫോൺ എടുക്കുക, പാട്ട് പറയുക, പോസ്റ്റ് പാട്ട്. ഇതൊക്കെയാണ് ഒരു പാട്ട്. അങ്ങനെ എല്ലാ പാട്ടുകളൊന്നും ഇല്ല. 2Kയിലെ ചില പാട്ടുകളും നല്ല പാട്ടുകളൊക്കെ. സത്യം പറയടാ, നിനക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ നീ കേൾക്കുന്ന 90s പാട്ടല്ലേ? ഹേർട്ട് ബ്രോക്കൺ ആകുമ്പോൾ 90s പാട്ടാണ് നല്ല പാട്ട്. അതാ പറഞ്ഞത്, ഈ ലോകത്തിന്റെ എല്ലാ വളർച്ചയും കാണാൻ പറ്റിയ 90s കിഡ്സ് ആണ് ഏറ്റവും വലിയ ഭാഗ്യമായി. അങ്ങനെ പറയുന്നത്. ഓരോ കാലഘട്ടത്തിനും അതിന്റെ മാറ്റങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളായിരുന്നു സൂപ്പർ, നമ്മളെ കാലഘട്ടത്തിൽ നമ്മളാണ്. ചിലപ്പോൾ 2050 ആകുമ്പോഴത്തേക്ക് ഈ പയ്യന്മാരൊക്കെ ചിലപ്പോൾ നെപ്റ്റ്യൂണിലോ യുറാനസിലോ ചന്ദ്രനിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ അവന്മാര് പറയും, 2K കിഡ് എല്ലാത്തിനും ഓരോ മാറ്റങ്ങളുണ്ടോ? എല്ലാം മാറും. എടാ നിക്കടാ, ഞാനും വരുന്നു. കപ്പക്കുഴി ഇഷ്ടമാണ്. എനിക്കിഷ്ടം. മുളക് പിടിച്ചത്. പിന്നെ KFC ഇഷ്ടമാണോ? പിന്നെ